എല്ലാവർക്കും വീണ്ടും സജിതാസ് വെള്ളിലേക്ക് സ്വാഗതം. ഇത് കണ്ടു എൻ്റെ ടെറസിലെ കറിവേപ്പാണ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ ഒന്ന് കയറി നോക്കുമ്പോഴാണ് ഇങ്ങനത്തെ പുഴുക്കളെ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ താഴത്ത് വന്നിട്ട് ഒരു 1/2 ലിറ്ററിൻ്റെ കപ്പ് എടുത്തിട്ട് അതിലേക്ക് 4 ml വേപ്പെണ്ണ, 4 ml വിം ഡിഷ് വാഷ് ജെല്ല് ഒഴിച്ചിട്ട് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു സ്പ്രേയറിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇതുവരെ നിലത്ത് നട്ടിട്ടുള്ള ഒരൊറ്റ കറിവേപ്പ് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ടെറസിൽ വെച്ചത്. അപ്പോൾ ഇതൊരു വിധം നന്നായിട്ട് ഉണ്ടായി വരികയായിരുന്നു. അപ്പോഴാണ് ഞാനിപ്പോൾ ഈ പുഴുക്കളെ കണ്ടത്. ഞാൻ ഇതിന്ന് ഒരു ഇല പോലും ഒടിച്ചിട്ടില്ല കേട്ടോ. ഒരു വർഷം തികയാതെ നമ്മൾ ഇല ഒടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പ് നന്നായിട്ട് ഉണ്ടാവില്ലേ. പക്ഷെ പുഴുക്കൾ നന്നായിട്ട് ഇരുന്ന് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ശക്തിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കറിവേപ്പിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ ഒരു വിധം ചെടികൾക്ക് എല്ലാം ഇങ്ങനെ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ അങ്ങനെ സ്പ്രേ ചെയ്താൽ നമുക്ക് ഒരു വിധം കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഞാൻ അതിൻ്റെ തടമൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് കട്ടത്തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കട്ടത്തൈര് കറിവേപ്പിന് ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ. ഇപ്പോൾ 3/4 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം നല്ല തൈര് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ കേടായിട്ടിരിക്കുന്ന തൈരൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്കറിയാം കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളിൽ വെച്ചിട്ട് ഏറ്റവും അധികം വിഷാംശമുള്ളത് നമ്മുടെ കറിവേപ്പിലൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിലൊരു കറിവേപ്പ് വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒഴിവായിക്കൂടെ? അപ്പോൾ എല്ലാവരും ഇതുപോലൊരു കറിവേപ്പ് വെച്ച് പിടിപ്പിക്കുക, ഇതുപോലെയൊക്കെ ചെയ്യുക. കറിവേപ്പ് നന്നായിട്ട് തഴച്ച് വളരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ഓക്കെ, ബൈ.